Hi everyone, welcome to EduTalk. ഹായ് എവ്രി വൺ, ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് മൊഡ്യൂൾ 1 പാർട്ട് 2 ആണ് ചെയ്യുന്നത്. മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ കോർപ്പറേറ്റ് ബോഡി ആൻഡ് ദെയർ ഗോൾസ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഒരു കോർപ്പറേറ്റിലെ ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരുടെ മേജർ ഗോൾസും അങ്ങനെ ഒക്കെയാണ് പറയുന്നത്. ദി മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ കോർപ്പറേറ്റ് ഇൻക്ലൂഡ് ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. നമ്മളിവിടെ 6 പേരാണ് പഠിക്കുന്നത്. ഫസ്റ്റത്തത് ഷെയർ ഹോൾഡേഴ്സ്, രണ്ടാമത്തെ ഗവൺമെൻറ്, മൂന്നാമത്തത് എംപ്ലോയീസ്, നാലാമത്തെ കസ്റ്റമേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ആദ്യം നമ്മൾ അതിൽ പഠിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിയിട്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദേ ആർ ഇൻവെസ്റ്റിംഗ് മണി ടു ഗെറ്റ് എ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദെയർ ക്യാപിറ്റൽ ആൻഡ് ഫോർ ഗ്രോത്ത് ഇൻ ദി വാല്യൂ ഷെയർസ്. നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് ആരാ, കമ്പനിയുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റിൻ്റെ ഷെയർസ് വാങ്ങുന്ന ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ്. അവരൊരു ചെറിയൊരു എമൗണ്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, അവർക്ക് ഷെയർസ് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ഷെയർസിന് വാല്യൂ കൂടുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന റിട്ടേണും ഇൻക്രീസ് ആവും. ഇനി നമ്മൾ പറയുന്നത് റോൾസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റോൾസ് ആണ് ഫസ്റ്റ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ബേസിക് റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബേസിക് റൈറ്റ്സ് ആണ് ഫസ്റ്റ് വോട്ടിംഗ് റൈറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദി റൈറ്റ് ടു വോട്ട് അറ്റ് ദി കമ്പനീസ് ആനുവൽ മീറ്റിംഗ്. കമ്പനിയുടെ ആനുവൽ മീറ്റിംഗിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ദേ ആർ ഇലക്ടിംഗ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മേക്ക് പ്രൊപ്പോസൽസ്. അവർക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇലക്ട് ചെയ്യാനും അതുപോലെ തന്നെ മേക്ക് പ്രൊപ്പോസൽസ് ഫോർ ഫണ്ടമെൻ്റൽ ചേഞ്ചസ് അഫക്റ്റിംഗ് ദ കമ്പനി സച്ച് ആസ് മെർജേഴ്സ് ഓർ ലിക്വിഡേഷൻ. കമ്പനിയുടെ ഫണ്ടമെൻ്റൽ ചേഞ്ചസ്, മെർജേഴ്സ്, ലിക്വിഡേഷനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യാനും കൂടി അവർക്ക് റൈറ്റ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള വോട്ടൊക്കെ ചെയ്യാനും അവർക്ക് റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തതാണ് റൈറ്റ് ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ആർ ഫ്രീ ടു സെൽ ദെയർ ഷെയർസ് അറ്റ് എനി ടൈം. അവർക്ക് അവരുടെ ഷെയർസ് എപ്പം വേണമെങ്കിലും എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അവർക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തത്, അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതിതാണ് റൈറ്റ്സ് ടു ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദി ഓണേഴ്സ് ഓഫ് എ കമ്പനി. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സ് ഓഫ് ദി കമ്പനിയാണ്. They have to right to inspect the corporate books and records and can ask questions about the same. കോർപ്പറേറ്റ്സിലെ ബുക്സും റെക്കോർഡ്സൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനും അതിനെ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള റൈറ്റ്സും കൂടി ഇവർക്കുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ കിട്ടാനുള്ള റൈറ്റ്സ്. ദി ഷെയർ ഹോൾഡേഴ്സ് ഷാൽ ബി പ്രൊവൈഡഡ് അപ്പോൺ റിക്വസ്റ്റ് വിത്ത് പീരിയോഡിക് റിപ്പോർട്ട്സ് അബൌട്ട് ഷെയർസ്, ഡീലിംഗ്സ് ഓഫ് ദി കമ്പനി, ഡീലിംഗ്സ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഫീസേഴ്സ്. പീരിയോഡിക്കലി നടക്കുന്ന റിപ്പോർട്ട്സും അതുപോലെ തന്നെ കമ്പനി നടക്കുന്ന ഡീലിംഗ്സിനൊക്കെ പറ്റിയിട്ടൊക്കെ അറിയാൻ ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് ആണ് റൈറ്റ് ടു ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. All shareholders shall have the right to receive a dividend subject to the decision on the board of directors. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് റൈറ്റ് ടു സ്യൂ എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കാൻ. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു സ്യൂ ഫോർ ദി റോങ് ഡൂയിങ് ഓഫ് കോർപ്പറേഷൻ്റെ റോങ് ഡൂയിങ്ങിനെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. വിത്ത് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ ദ ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ അപ്പോയിൻറ്റ് ഡയറക്ടേഴ്സ്. ദേ ക്യാൻ ഓൾസോ അപ്പോയിൻറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് സച്ച് ആസ് അഡീഷണൽ ഡയറക്ടേഴ്സ്, ആൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സ് ആൻഡ് നോമിനി ഡയറക്ടേഴ്സ്. ഒരു കമ്പനിയിലേക്ക് ഡയറക്ടേഴ്സിന് അപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് അഡീഷണൽ ഡയറക്ടേഴ്സും ആൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സ്, നോമിനി ഡയറക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, വേരിയസ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സിന് അപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ആണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു അപ്പോയിൻറ്റ് ദി കമ്പനീസ് ഓഡിറ്റേഴ്സ്. കമ്പനി ഓഡിറ്റേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആസ് പെർ കമ്പനീസ് ആക്ട് 2030. കമ്പനീസ് ആക്ട് 2030 പ്രകാരം ദി ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് കമ്പനി ഈസ് ടു ബി അപ്പോയിൻറ്റഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്ററെ തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. നെക്സ്റ്റ് റൈറ്റ് ടു ഗെറ്റ് കോപ്പീസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പീസൊക്കെ കിട്ടാനുള്ള റൈറ്റ്സും കൂടിയുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് കോപ്പീസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എയ്തർ ഇൻ ക്വാർട്ടർലി ഓർ ആനുവലി. ക്വാർട്ടർലി ആയിട്ടും ആനുവലി ആയിട്ടൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്.
ഇനി നമ്മൾ പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ഷെയർഹോൾഡേഴ്സിൻ്റെ ഡ്യൂട്ടീസാണ്. ദി അപ്രൂവൽ ഓഫ് ഷെയർഹോൾഡേഴ്സ് ഈസ് നെസസറി ഇൻ ദി ഫോളോയിങ് കേസസ്. ചില കാര്യങ്ങളൊക്കെ ഷെയർഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്യൽ നിർബന്ധമാണ്. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ടു മേക്ക് ചേഞ്ചസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് വരുത്താൻ. നെക്സ്റ്റ്, ടു ഡിക്ലെയർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ. നെക്സ്റ്റ്, ടു അപ്രൂവ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യാൻ. നെക്സ്റ്റ്, ടു വൈൻഡ് അപ്പ് ദി കമ്പനി ബൈ വേ ഓഫ് വോളണ്ടറി ലിക്വിഡേഷൻ സമയത്ത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനും ഷെയർ ഹോൾഡേഴ്സ് സമ്മതിക്കും. നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ദി റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഫസ്റ്റ്, ടു റിസീവ് ദി ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഓൺ അലോട്ട്മെൻറ്റ് ഓർ ട്രാൻസ്ഫർ ആസ് ദി കേസ് മേ ബി ഇൻ ഡ്യൂ ടൈം. ഷെയർ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. രണ്ടാമത്തേത്, ടു റിസീവ് കോപ്പീസ് ഓഫ് ആനുവൽ റിപ്പോർട്ട് ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ടിൻ്റെയൊക്കെ കോപ്പീസ് റിസീവ് ചെയ്യാം. നെക്സ്റ്റ്, ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വോട്ട് ഇൻ ജനറൽ മീറ്റിംഗ് എയ്തർ പേഴ്സണലി ഓർ ത്രൂ പ്രോക്സി വഴി അല്ലെങ്കിൽ പേഴ്സണലി ജനറൽ മീറ്റിംഗിലൊക്കെ വോട്ട് ചെയ്യാൻ. നെക്സ്റ്റ്, ടു ഗെറ്റ് ഡിവിഡൻസ് ഇൻ ഡ്യൂ ടൈം ഓൺ അപ്രൂവൽ ബേസിസ്. നമുക്കുള്ള ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ്. നെക്സ്റ്റ് ആണ്, ടു ഇൻസ്പെക്ട് ദി സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേർഡ് അറ്റ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ, അന്വേഷിക്കാനൊക്കെ. ടു റിസീവ് കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് ലൈക്ക് റൈറ്റ്സ്, ബോൺസ് എക്സെട്ര വൺസ് അപ്രൂവ്ഡ്. ഷെയർ ഹോൾഡേഴ്സിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള റൈറ്റ്സും ബോണസൊക്കെ കിട്ടേണ്ടിയിട്ട്. ടു അപ്ലൈ ടു കമ്പനി ലോ ബോർഡ് ടു കോൾ ആൻഡ് ആനുവൽ ജനറൽ മീറ്റിംഗ്. കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ. ടു ഇൻസ്പെക്ട് ദി മിനിറ്റ്സ് ബുക്ക് ഓഫ് ദി ജനറൽ മീറ്റിംഗ് ആൻഡ് ടു റിസീവ് കോപ്പീസ് ദെയറോഫ്. മിനിറ്റ്സ് ബുക്കൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനും. നെക്സ്റ്റ്, ടു പ്രൊസീഡ് എഗെയിൻസ്റ്റ് എ കമ്പനി ബൈ വേ ഓഫ് സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിങ്സ്. കമ്പനിക്കെതിരായുള്ള സിവിൽ ഓർ ക്രിമിനലൊക്കെ പ്രൊസീഡ് ചെയ്യാനും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, ടു അപ്ലൈ ഫോർ ദി ഫൈൻഡിങ് ഓഫ് ദി കമ്പനി വിത്ത് റിക്വസൈറ്റ്സ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. വൈൻഡിങ് അപ്പ് സമയത്തൊക്കെ അപ്ലൈ ചെയ്യാനും. നെക്സ്റ്റ്, ടു റിസീവ് ദി റെസിജ്വൽ പ്രൊസീഡിങ് ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് സമയത്തുള്ള റെസിജ്വൽ പ്രൊസീഡിങ്സൊക്കെ കിട്ടേണ്ടിയിട്ടും. ടു റിക്വസൈറ്റ് ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഒക്കെ റിക്വസൈറ്റ് ചെയ്യാനൊക്കെ. ഇത്രയും കാര്യങ്ങളായിരുന്നു ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് എംപ്ലോയീസ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. രണ്ടാമത്തെ സ്റ്റേക്ക് ഹോൾഡറാണ് എംപ്ലോയീസ്. എംപ്ലോയീസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കോർപ്പറേറ്റിലുള്ള സ്റ്റാഫ് അല്ലെ സ്റ്റാഫിനെയും മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ എംപ്ലോയീസ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് ഇൻക്ലൂഡ് ബോത്ത് മാനേജ്മെൻറ്റ് ആൻഡ് സബോർഡിനേറ്റ് സ്റ്റാഫ്. എംപ്ലോയീസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? മാനേജ്മെൻറ്റും അതുപോലെ തന്നെ സബോർഡിനേറ്റ് സ്റ്റാഫിനെയാണ് നമ്മൾ എംപ്ലോയീസ് എന്ന് പറയുന്നത്. They expect adequate return for their service, job satisfaction, job security, motivation and self-actualization. അവരെന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? അവർക്കുള്ള റിട്ടേൺ, അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബ് സെക്യൂരിറ്റി, മോട്ടിവേഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ദേ ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ദി കമ്പനി സർവൈവൽ ആൻഡ് ഗ്രോത്ത് ആസ് പെർ ജോബ്സ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്. അവർക്ക് എന്തെന്ന് കമ്പനിയുടെ ഗ്രോത്തിലൊക്കെ അവർ ഇൻട്രസ്റ്റ് ഉണ്ട്. Corporate governance has always trying to protect the interest of employees. Corporate governance എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ദേ ആർ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹിയർ. ഇനി അവരുടെ എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഫസ്റ്റത്താണ് പ്രൊട്ടക്ഷൻ ത്രൂ അതർ ലോസ് വരെ, നിയമങ്ങൾ വഴിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ജനറൽ കോൺട്രാക്ട് ലോ, ഏജൻസി ലോ, എംപ്ലോയ്മെൻറ്റ് ലോ എക്സെട്ര ആർ സം ഓഫ് ദി ലോ വിച്ച് എൻഷുർ എംപ്ലോയീസ് റൈറ്റ്സ്. ഈ ഒരു ജനറൽ കോൺട്രാക്ട് ലോയും ഏജൻസി ലോയും എംപ്ലോയ്മെൻറ്റ് ലോയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിൻ്റെ റൈറ്റ്സ് എൻഷുർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതാണ് എൻകറേജ് ഷെയർ ഹോൾഡേഴ്സ് പവർ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പവർ എന്ത് ചെയ്യുന്നുണ്ട്? എൻകറേജ് ചെയ്യുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് കൺസിഡർ ദി നീഡ്സ് ഓഫ് സബോർഡിനേറ്റ് സ്റ്റാഫ് റാദർ ദാൻ മാനേജ്മെൻറ്റ്. ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാഫിൻ്റെ നീഡ്സൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് റാദർ ദാൻ മാനേജ്മെൻറ്റിനേക്കാളും സബോർഡിനേറ്റ്സിൻ്റെയൊക്കെ റൈറ്റ്സ് നീഡ്സൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സപ്പോർട്ട് ട്രേഡ് യൂണിയൻ എന്ന് പറയാം ഒരു എംപ്ലോയീസിന് തന്നെ ഒരു കൂട്ടം
ഒരു അവരെ റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ ആയിട്ടുള്ള അത് നമ്മൾ അടുത്ത് പഠിക്കുന്നതാണ് കേട്ടോ. കോർപ്പറേറ്റ് ഗവേണൻസ് എൻകറേജസ് ട്രേഡ് യൂണിയൻ ആസ് ഇറ്റ് ഈസ് എൻഹാൻസ് ദ പവർ ഓഫ് എംപ്ലോയീസ്. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് എംപ്ലോയീസിന് ഒരു പവറാണ് ശരിക്കും പറഞ്ഞാൽ. അത് എൻകറേജ് ചെയ്യുന്നുണ്ട്. ട്രേഡ് യൂണിയൻ സജഷൻസ് ആർ വെരി യൂസ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ട്രേഡ് യൂണിയൻ്റെ സജഷൻ എന്താണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് എംപ്ലോയീസ് വോയിസ് വിത്ത് കോർപ്പറേഷൻസ്. എംപ്ലോയീസ് ഒപ്പീനിയൻ ഓൺ സം മാറ്റേഴ്സ് കുഡ് ബി കൺസിഡേർഡ്. എംപ്ലോയീസിൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ കോർപ്പറേറ്റ് കൾച്ചർ ആൻഡ് നോംസ്. ദി കോർപ്പറേറ്റ് കൾച്ചർ ഷുഡ് പ്രൊമോട്ട് എംപ്ലോയീസ് മാനേജ്മെൻറ്റ്. എ കോർപ്പറേറ്റ് കൾച്ചർ ഇൻ വിച്ച് എംപ്ലോയീസ് ഫീൽ എൻഗേജ് അതർ ഓഫേഴ്സ് മേ ബെനിഫിറ്റ്സ് ടു കോർപ്പറേഷൻസ്. എംപ്ലോയീസിൻ്റെ കൾച്ചേഴ്സും നോംസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ദ ഇൻട്രസ്റ്റ് ഓഫ് എംപ്ലോയീസ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ത്രൂ ദി ഫോളോയിങ്. എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റ് ഏതിലൂടെയൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് 4 നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ട്രേഡ് യൂണിയൻ, രണ്ടാമത്തെ കോ ഡിറ്റർമിനേഷൻ, മൂന്നാമത്തെ പ്രോഫിറ്റ് ഷെയറിംഗ്, നാലാമത്തത് ഇക്വിറ്റി ഷെയറിംഗ്. അതിലിനി ഫസ്റ്റതാണ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസ് ഈസ് റെഫേർഡ് ആസ് എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ദേ ആർ ബേസിക്കലി എ ഗ്രൂപ്പ് ദാറ്റ് represents employees to the board of directors. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ ഒരു കൂട്ടം തന്നെയാണ്. ട്രേഡ് യൂണിയൻസ് ഈസ് റെഫേർഡ് ആസ് എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ്. എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ആൻഡ് ദേ ആർ ബേസിക്കലി എ ഗ്രൂപ്പ് ദാറ്റ് റെപ്രസെൻറ്റ് എംപ്ലോയീസ് ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ എംപ്ലോയീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ട്രേഡ് യൂണിയനിൽ പറയുന്നത്. They have the duty to unite the workforce and can ensure compliance and commitments to the organization strategy. ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിൻ്റെ കംപ്ലയിൻസും അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റൊക്കെ എൻഷുർ ചെയ്യുന്ന എന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് അപ്പ് എ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആൻഡ് ടു എൻഷുർ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ടു വർക്ക് വിത്ത് മാക്സിമം എഫിഷ്യൻസി. നല്ലൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷനൊക്കെ കൊണ്ടുവരാനും മാക്സിമം എഫിഷ്യൻസിയോടെ നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ട്രേഡ് യൂണിയൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തേതാണ് കോ ഡിറ്റർമിനേഷൻ. കോ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് റെപ്രസെൻറ്റേഷൻ ഇൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നമ്മളെ എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് കൂടി ഉള്ളത്. Co-determination could be viewed as institution enhancing workers' representation and participation rights in the firm's corporate governance. കോർപ്പറേറ്റ് ഗവേണൻസിലേക്കൊക്കെ എംപ്ലോയീസിൻ്റെയൊക്കെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർ പാർട്ടിസിപ്പേഷനൊക്കെ കൊണ്ടുവരാൻ. ഇറ്റ് ഈസ് ദെയർ ഫോർ എ ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അറ്റ് ദി firm level and the equality of capital and work. Co-determination brought about labor peace, reduced the level of unemployment and added to the high growth of the economy. Co-determination brought about ലേബർ പീസ്, ലേബേഴ്സിന് ഒരു പീസ് സമാധാനം കിട്ടാനും അതുപോലെ തന്നെ റെഡ്യൂസ് ദി ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാനും ആൻഡ് ആഡഡ് ടു ദി ഹൈ ഗ്രോത്ത് ഓഫ് ദി എക്കണോമി നന്നായിട്ട് ഗ്രോ ചെയ്യാനൊക്കെ കോ ഡിറ്റർമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിലുണ്ടാകുന്ന പ്രോഫിറ്റ് അവരുടെ എംപ്ലോയീസിനും കൂടി കുറച്ചുകൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. A profit sharing plan is a plan that gives employees a share in the profits of company. കമ്പനീൻ്റെ ഷെയർസ് എന്ത് ചെയ്യുക പ്രോഫിറ്റ്സ് എന്ത് ചെയ്യുക എംപ്ലോയീസിനും കൂടി ഷെയർ ചെയ്യുന്നത്. അണ്ടർ ദിസ് പ്ലാൻ ആൻ എംപ്ലോയി റിസീവ് എ പെർസെൻറ്റേജ് ഓഫ് കമ്പനീസ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഏർണിങ്സ്. ഒരു എംപ്ലോയിക്ക് ഉണ്ടായിട്ടുള്ള ഏർണിങ്സിൻ്റെ ബേസിസിൽ കമ്പനിക്കുണ്ടായ പ്രോഫിറ്റും കൂടി എന്ത് ചെയ്യുക വീതിച്ച് കൊടുക്കുക, ഷെയർ ചെയ്യുക. ദിസ് ഈസ് എ ഗ്രേറ്റ് വേ ഫോർ എ ബിസിനസ് ടു ഗിവ് ഇറ്റ്സ് എംപ്ലോയീസ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ഇൻ ദി കമ്പനി. അങ്ങനെ നമ്മളൊരു പ്രോഫിറ്റൊക്കെ കൊടുക്കുമ്പോൾ ഈ എംപ്ലോയിക്ക് തോന്നും തങ്ങളും കൂടി അവർ ആ ഒരു കമ്പനിയിൽ ഓണർഷിപ്പ് ഒരു ഓണറായെന്നൊക്കെ തോന്നും, ഒരു ഓണർഷിപ്പ് ഫീലിംഗ് ഒക്കെ തോന്നും, അവർ നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് സ്കീംസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഓർഗനൈസേഷൻ വിത്ത് ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് സ്കീം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുള്ളത്? ഗുണങ്ങൾ എന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ടു പ്രൊമോട്ട് വർക്കേഴ്സ് എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യാൻ, ടു റേസ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, ടു മേക്ക് വർക്കേഴ്സ് ഫീൽ ദാറ്റ് ദെയർ ഇൻട്രസ്റ്റ് ആർ ഇൻറ്റൻഷ്യൽ വിത്ത് ദോസ് ഓഫ് ദി എംപ്ലോയേഴ്സ്. നെക്സ്റ്റ് ടു മേക്ക് വർക്കേഴ്സ്
ബിഹേവ് ഇൻ മോർ റെസ്പോൺസിബിൾ മാനർ, വർക്കേഴ്സൊക്കെ കൂട്ടാനും ഒക്കെ ടു അറൗസ് എ കോപ്പറേറ്റീവ് സ്പിരിറ്റ് ഇൻ ദി വർക്കേഴ്സ് ആൻഡ് ടു മിനിമൈസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഒരു കോപ്പറേഷൻ പോലെ ഉണ്ടാക്കാനും നല്ലൊരു കോപ്പറേറ്റീവ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് തർക്കങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ മിനിമൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ടു ഡെവലപ്പ് സ്ക്രാപ്പ് റിഡക്ഷൻ ആൻഡ് വേസ്റ്റ് എലിമിനേഷൻ കോൺഷ്യസ്നെസ് ഇൻ ദി വർക്കേഴ്സിൽ എന്ത് ചെയ്യുക, വേസ്റ്റേജ് ഒക്കെ കുറയ്ക്കേണ്ടിയിട്ട് ഈ റിസോഴ്സൊക്കെ ഒരുപാട് വേസ്റ്റ് ചെയ്ത് കളയുന്നൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കുറയ്ക്കുന്നതിന്. പിന്നെ ടു ഡെവലപ്പ് എ പ്രൊപ്രൈറ്ററി ആറ്റിറ്റ്യൂഡ് ഓൺ ദി പാർട്ട് ഓഫ് എംപ്ലോയീസ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു പാർട്ടാണ്, ഓർഗനൈസേഷൻ്റെ പാർട്ടാണ്, ഓണറാണെന്നൊക്കെ തോന്നിപ്പിക്കേണ്ടത്. ടു മിനിമൈസ് ലേബർ ടേൺ ഓവർ ലേബേഴ്സിൻ്റെ കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കേണ്ടത്. ടു ഫോസ്റ്റർ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ട്. ടു ഇംപ്രൂവ് എംപ്ലോയീസിൻ്റെ മൊറയിൽ എന്ത് ചെയ്യുന്നത്, ഇമ്പ്രൂവ് ചെയ്യും. നമ്മളിപ്പോൾ 3 പഠിച്ചു. ഇനി 4ാമത്തേതാണ് ഇക്വിറ്റി ഷെയറിങ്. ഇക്വിറ്റി ഷെയറിംഗ് എന്ന് പറയുന്നത് എന്താ? ഇക്വിറ്റി ഷെയറിംഗ് ഈസ് അനദർ നെയിം ഫോർ ഷെയർഡ് ഓണർഷിപ്പിന് വേറൊരു പേരാണ് ഇക്വിറ്റി ഷെയറിംഗ് എന്ന് പറയുന്നത്. ഓർ കോ ഓണർഷിപ്പ് ബൈ ഗിവിങ് എ ചാൻസ് ടു പർച്ചേസ് സ്റ്റോക്ക് ഫ്രം ദി കമ്പനി. ഇക്വിറ്റി ഷെയറിംഗ് എന്ന് പറയുന്നത് കമ്പനിയുടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എംപ്ലോയീസിന് ഈ കമ്പനിയിൽ കുറച്ച് സ്റ്റോക്കൊക്കെ ഉണ്ടാവുമല്ലോ, അത് പർച്ചേസ് ചെയ്യാനൊരു അവസരം കൊടുക്കുന്നു. അതാണ് ഇക്വിറ്റി ഷെയറിംഗിൽ പറയുന്നത്. ദി ഡയറക്റ്റ് ഓണർഷിപ്പ് അപ്രോച്ച് ക്യാൻ ബി വെരി അപ്പീലിംഗ് ഫ്രം ആൻ എംപ്ലോയീസ് പെർസ്പെക്റ്റീവ് ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് ദി ചാൻസ് ടു ബിക്കം എ പാർട്ട് ഓഫ് ദി കമ്പനി. ഇങ്ങനെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യും, അവർ കമ്പനിയിലെ പാർട്ടായിട്ട് തോന്നും. ദി വാല്യൂ ഓഫ് എ കമ്പനി ആൻഡ് ഇറ്റ് സ്റ്റോക്ക് വിൽ ഇൻക്രീസ് ഡ്യൂ ടു ദി എംപ്ലോയീസ് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കമ്പനിയിലെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം അതിൻ്റെ വാല്യൂ, ഷെയർസിൻ്റെ വാല്യൂ ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, നമുക്കാണ് ബെനിഫിറ്റ് ഉണ്ടാകുക. അതുപോലെ തന്നെ എംപ്ലോയീസിന് അവർ സ്റ്റോക്കൊക്കെ പർച്ചേസ് ചെയ്തിങ്ങനെ അവർക്ക് തന്നെ ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം കമ്പനി വളരുമ്പോൾ അവർക്കും കൂടി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അന്നേരം അവരെന്ത് കൂടുതൽ ഡെഡിക്കേഷനും കൂടി വർക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കും, ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ നോക്കും. എനേബിളിങ് എംപ്ലോയീസ് ടു റീപേ ഗ്രേറ്റർ റിട്ടേൺ ഇൻ ദി ഫ്യൂച്ചർ. അങ്ങനെ എന്ത് ചെയ്യും, എംപ്ലോയീസിന് ഗ്രേറ്റർ റിട്ടേൺ ഒക്കെ. നമ്മൾ ഷെയർ ഹോൾഡേഴ്സും എംപ്ലോയീസിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പനിയിലേക്ക് പൈസ കടം തരുന്ന ആൾക്കാരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ബാങ്ക്, ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അല്ലേ, അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് പ്രൊവൈഡ് മണി ടു ദി കോർപ്പറേറ്റ് ത്രൂ ബൈയിങ് കോർപ്പറേറ്റ് ബോൺസ്. കോർപ്പറേറ്റ് ബോൺസ് വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, കോർപ്പറേറ്റിലേക്ക് അല്ലെങ്കിൽ കമ്പനിയിലേക്ക് പൈസ തരും. These sources are very important because they help to meet the firm's capital requirement. ഇവരെന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, മീറ്റ് ഫേംസ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, ഫേമിൻ്റെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് പൈസ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരം പൈസ കിട്ടുന്നത് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നാണ്. അതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറലി ഫോളോയിങ് റൈറ്റ്സ് ആർ എൻജോയ് ബൈ ദി ക്രെഡിറ്റേഴ്സ്. താഴെ പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് എൻജോയ് ചെയ്യുന്ന റൈറ്റ്സ്. അതിൽ ഫസ്റ്റത്തേതാണ് ടു റിസീവ് ഇൻട്രസ്റ്റ് കിട്ടേണ്ടിയിട്ട്. നമുക്കറിയാം, അവരിങ്ങോട്ട് പൈസ തരുമ്പോൾ നമ്മളൊരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടണം. അതുപോലെ തന്നെയാണ് ടു റിസീവ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ടു റിസീവ് എ കോപ്പി ഓഫ് ട്രസ്റ്റ് ഡീഡ് ഓർ റിക്വസ്റ്റ്. ഒരു കോപ്പി, ട്രസ്റ്റ് ഡീഡിൻ്റെ കോപ്പി റിസീവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് ടു അപ്ലൈ ബിഫോർ ദി CLB ഇൻ കേസ് ഓഫ് ഡിഫാൾട്ട് ഇൻ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഓൺ ദി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിന് മുന്നേ ഡിബഞ്ചേഴ്സൊക്കെ റിഡംഷൻ ചെയ്യാനും. നെക്സ്റ്റ് ടു അപ്ലൈ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി ഇഫ് ദ കമ്പനി ഫെയിൽസ് ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്. കമ്പനിക്കിപ്പം കടം കൊടുത്തത് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ. നെക്സ്റ്റ് ടു അപ്രോച്ച് ദ ഡിബഞ്ചേഴ്സ് ട്രസ്റ്റ് വിത്ത് ഗ്രീവൻസ്. ഡിബഞ്ചേഴ്സ് ട്രസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ പരാതിയൊക്കെ പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇനി നമ്മളെ അടുത്ത സ്റ്റേക്ക് ഹോൾഡറാണ് ഗവൺമെൻറ്. പറയുന്നത് ഗവൺമെൻറ് ആൻഡ്
corporate governance. The government aims to ensure that all companies abide the existing legal provisions. ഗവൺമെൻറ് പറയുന്നുണ്ട് അവരുടെ കമ്പനീസ് എൻഷുർ ദാറ്റ് ഓൾ കമ്പനീസ് എല്ലാ കമ്പനീസ് എന്ത് ചെയ്യണം അബൈഡ് ദി എക്സിസ്റ്റിംഗ് ലീഗൽ പ്രൊവിഷൻസ് നിലവിലുള്ള ലീഗൽ പ്രൊവിഷൻസ് ലീഗാലിറ്റി ഒക്കെ എന്ത് ചെയ്യണം അബൈഡ് ചെയ്യണം അല്ല അനുസരിക്കണം എന്ന് പറയാം അബൈഡ് ചെയ്യുക. റിലേറ്റഡ് വിത്ത് ദി ടാക്സ് പേയ്മെൻറ്റ് ലൈസൻസിങ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം. പിന്നെ ലൈസൻസിങ് ടാക്സ് ഒക്കെ കൃത്യസമയത്തൊക്കെ ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ദി റോൾ ഓഫ് കോർപ്പറേറ്റ് ടു പ്രൊമോട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ആസ് ഫോളോസ്. ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ റോൾസാണ് പറയുന്നത്. ഒന്ന് ഗിവിങ് റിലാക്സേഷൻ ഫ്രം റെഗുലേഷൻസിനൊക്കെ കുറച്ചൊരു റിലാക്സേഷൻ കിട്ടേണ്ടിയിട്ട്. ടേക്ക് ഇൻ സ്ട്രിക്റ്റ് ആക്ഷൻ ഓൺ കറപ്ഷൻ വല്ല അഴിമതിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ. മിനിമൈസ് ദി ടൈം ആൻഡ് കോസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ. നമുക്കറിയാം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ട് അതുപോലെ തന്നെ കോസ്റ്റ് കൺസ്യൂമിങ് ആണ്. അത് മിനിമൈസ് ചെയ്യാൻ. നെക്സ്റ്റ് ഗവൺമെൻറ് ആക്ട് ആസ് എ ലോ എൻഫോഴ്സർ. ഗവൺമെൻറ് എന്ത് ചെയ്യുക ഒരു ലോ എൻഫോഴ്സറെ ആക്ട് ചെയ്യാൻ. ഇനി അടുത്ത സ്റ്റേക്ക് ഹോൾഡറാണ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി. എ കമ്പനി ഷുഡ് സ്ട്രൈവ് ടു ബി എ ഗുഡ് സിറ്റിസൺ ബൈ കോൺട്രിബ്യൂട്ടിംഗ് ദ കമ്മ്യൂണിറ്റീസ് ഇൻ വിച്ച് ഇറ്റ്സ് ഓപ്പറേറ്റ്സ്. നമുക്കറിയാം ഒരു കോർപ്പറേറ്റ് നിലനിൽക്കുന്നെങ്കിൽ അതിനെ സൊസൈറ്റീനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു കമ്പനിയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് നമ്മളെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ വാങ്ങണ്ടേ. അന്നേരം നല്ല സിറ്റിസൺ ഉണ്ടെങ്കിലൊക്കെയാണ് നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ ഉണ്ടാവുക. Responsibility is needed because this is one of the factors that can significantly contribute to achieving stability and sustainable growth in the global economic environment. The corporate must have a sense of responsibility for the whole society, so they undertake corporate social responsibility. ഒരു കോർപ്പറേറ്റിന് അതിൻ്റെ സൊസൈറ്റി അത് നിൽക്കുന്ന സൊസൈറ്റിനോട് കുറേ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉണ്ട്. കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാണ്. അവർ കിട്ടുന്ന ഒരു കോർപ്പറേറ്റിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു 3% ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം കോർപ്പറേറ്റ് സൊസൈറ്റീൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. കോർപ്പറേറ്റ് നമ്മളെ കമ്മ്യൂണിറ്റിയായിട്ട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകണം, നന്നായിട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. റെസ്പോൺസിബിലിറ്റീൻ്റെ ഒരു കമ്മ്യൂണിറ്റിനോട് ഒരു കോർപ്പറേറ്റിന് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ 5 സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിയിട്ട് പഠിച്ചു. ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, കമ്മ്യൂണിറ്റി. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എങ്ങനെയൊക്കെയാണ് നമ്മളെ കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്യാൻ ബി 2 ടൈപ്പ് ഉണ്ട്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണലും ഉണ്ട് അതുപോലെ തന്നെ എക്സ്റ്റേർണലും ഉണ്ട്. Internal stakeholders include the employees, the managers and the shareholders. Internal പെടുന്നത് employees, managers and shareholders. An organization needs to communicate the message to all stakeholders in order to establish unity, credibility and ethics. നമ്മൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എന്ത് ചെയ്യണം, ഓരോ കോർപ്പറേറ്റിൽ നടക്കുന്ന മെസ്സേജുകളൊക്കെ എത്തിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതിന് എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 2 ഉണ്ട്. ഒന്ന് ഓറൽ മീഡിയം, 2 ഇലക്ട്രോണിക് മീഡിയം. ഓറൽ മീഡിയയിൽ പറയുന്നത് ഇറ്റ് മീൻസ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ഇതെന്നാ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് എ സ്പീഡി കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. ഇതുപോലെ എന്താ ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. നെക്സ്റ്റ് ആണ് ഇലക്ട്രോണിക് മീഡിയ. ഇലക്ട്രോണിക് മീഡിയയിൽ എന്താ പറയുന്നത്, ഇപ്പം നമ്മളുള്ള ഇമെയിൽ, ഫാക്സ്, ടെലിഫോൺ, വീഡിയോ, പോഡ്കാസ്റ്റിംഗ്, ടെലികോൺഫറൻസിങ്, വെബ്കാസ്റ്റിംഗ്, വെബിനാർ എക്സെട്ര. നമ്മളിപ്പം കാണുന്ന ഫോൺ വഴിയൊക്കെ നടത്തുന്ന ഇലക്ട്രോണിക് മീഡിയ, അതാണ് നമ്മൾ പറയുന്നത്. ദേ ആർ ക്യുക്ക് ആൻഡ് ഫീഡ്ബാക്ക് ക്യാൻ ബി കളക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി. അതെന്താ ഭയങ്കര ഫാസ്റ്റാണ്, ക്യുക്കാണ്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാം. ഇറ്റ് ഹാസ് ഗ്ലോബൽ റീച്ച് ആൻഡ് പോസിബിൾ അറ്റ് എനി ടൈം. ഇതിനെന്താ ഗ്ലോബൽ റീച്ച് ഉണ്ട്, അതുപോലെ തന്നെ പോസിബിൾ അറ്റ് എനി ടൈം. എപ്പം വേണമെങ്കിൽ നമുക്കിത് മീഡിയ വഴി എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യാം.
അതിൽ ഇലക്ട്രോണിക് മീഡിയയിൽ ഫസ്റ്റ് വരുന്നതാണ് വെബ് കാസ്റ്റിംഗ്. വെബ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വെബ്കാസ്റ്റ് അലോസ് ഫയൽസ് ടു ബി ട്രാൻസ്ഫേർഡ് ഓവർ ദി ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യുക, നമുക്ക് ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വൺ ആണ് വെബ് കോൺഫറൻസിങ്. വെബ് കോൺഫറൻസ് ഈസ് അനദർ വേ ഇൻ വിച്ച് ബിസിനസ് ക്യാൻ മേക്ക് യൂസ് ഓഫ് ദി ഇൻ്റർനെറ്റ് ടു സെറ്റപ്പ് മീറ്റിംഗ്സ് ആൻഡ് പ്രസൻറ്റേഷൻസ്. ഇൻ്റർനെറ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് മീറ്റിംഗ്സും പ്രസൻറ്റേഷനൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് കോൺഫറൻസ് വഴി നമുക്ക് നടക്കുന്നത്, ഇൻ്റർനെറ്റിൽ നടത്തുന്ന കോൺഫറൻസ് ആണ് ശരിക്കും വെബ് കോൺഫറൻസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വെബിനാർ. എ സെമിനാർ ഓർ ദി അതർ പ്രസൻറ്റേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഒരു സെമിനാർ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ പ്ലേസിൽ നടത്തുന്നത്, അതിനാണ് നമ്മൾ വെബിനാർ എന്ന് പറയുന്നത്. അലോയിങ് പാർട്ടിസിപ്പൻസ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻ ടു സീ ആൻഡ് ഹിയർ ദി പ്രസൻറ്റർ. പ്രസൻറ്റ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുക, നമ്മൾ അതിൽ വെബിനാറിൽ പങ്കെടുക്കുന്ന ആൾക്ക് പല സ്ഥലത്താണെങ്കിലും, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും അങ്ങനെ അമേരിക്കയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വെബിനാറിൽ പങ്കെടുക്കാൻ, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ വെബിനാറിൽ പങ്കെടുക്കാൻ അവർക്ക് ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണാനും കേൾക്കാനൊക്കെ പറ്റും. ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സംടൈംസ് ആൻസർ പോൾസ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും പിന്നെ ഉത്തരം പറയാനൊക്കെ സാധിക്കും. നെക്സ്റ്റ് ആണ് ടെലിഫോൺ. ടെലിഫോൺ നമുക്കറിയാമല്ലോ, എ സിസ്റ്റം ഫോർ ട്രാൻസ്മിറ്റിംഗ് വോയിസ് ഓവർ എ ഡിസ്റ്റൻസ് യൂസിങ് വയർ ഓർ റേഡിയോ ബൈ കൺവേർട്ടിംഗ് ഓസ്കുസ്റ്റ് vibrations to electrical signals. The use of landline is still very important. പക്ഷേ ടെലിഫോൺ ഇപ്പം അത്രയും വലിയ ഉണ്ടോയെന്ന് എനിക്കറിയണം. നമുക്കൊക്കെ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ അത് വോയിസൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടിയിട്ടാണ്, ഒരു ഡിസ്റ്റൻസ് ഓവർ എ ഡിസ്റ്റൻസ് കുറേ ദൂരമൊക്കെ വോയിസൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിട്ടാണ് ടെലിഫോൺ യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഷോർട്ട് മെസ്സേജിങ് സർവീസസ്, നമ്മളെ SMS. ഇപ്പം SMS നമ്മൾ വാട്സപ്പ് വഴിയാണെന്ന് അറിയാം, പണ്ടൊക്കെ SMS ഒരുപാടുണ്ടായിരുന്നു. ദിസ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് ടെക്സ്റ്റസ് ബൈ മൊബൈൽ ഫോൺസ് ആൻഡ് ഈസ് ബിക്കം ട്രൂത്ത്ഫുൾ വെൻ ദി സെൻഡർ ആൻഡ് ദി റിസീവർ നോ ഈച്ച് അതർ റീസണബിളി വെൽ ആൻഡ് ഫോർ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ്. ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസിനൊക്കെ നല്ലതാണ് ഷോർട്ട് മെസ്സേജ്. നമ്മളൊക്കെ പലരും SMS അയക്കുന്ന ആൾക്കാരുമാണ്. മൊബൈൽ ഫോൺ വഴി എന്ത് ചെയ്യുക, ഷോർട്ട് മെസ്സേജൊക്കെ നമുക്ക് അയക്കാൻ പറ്റും. നെക്സ്റ്റ് കോൾ സെൻറ്റേഴ്സ്. മെനി ബിസിനസ് ഹാവ് dedicated call centers to handle customers' requests and provide help and supports. കസ്റ്റമേഴ്സിന് വരുന്ന പല എൻക്വയറീസ് അറ്റൻഡ് ചെയ്യേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, കോൾ സെൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മെനി ബിസിനസ് ഹാവ് ഡെഡിക്കേറ്റഡ്. ഒരുപാട് ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നത്, കോൾ സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോൾ സെൻറ്റേഴ്സ് ടു ഹാൻഡിൽ എൻക്വയറീസ്. കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറീസ് ഹാൻഡിൽ ചെയ്യേണ്ടിയിട്ടാണ് കോൾ സെൻറ്റേഴ്സ് ഉള്ളത്. അതും ഇപ്പം പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാം. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷനാണ് പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ ഫസ്റ്റ് ആണ് ഫോർമൽ ലെറ്റേഴ്സ്, രണ്ടാമത്തേത് മെമ്മോസ്, മൂന്നാമത്തേത് റിപ്പോർട്ട്സ്, നാലാമത്തേത് മിനിറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 1 ഉള്ളത്. വളരെ എളുപ്പമായിട്ടുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും തന്നെ അത്യാവശ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.